ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഈ ചാനലിൽ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല. അതായത് ഗോൾഡ് ലൈൻ എന്ന് പറയുന്ന നമ്മുടെ ഈ ചാനലിൽ വീഡിയോ ഒന്നും ഇല്ലായിരുന്നു. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ ഇലക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ഈ പ്രചരണ വണ്ടികൾ പോകുമ്പോൾ നമുക്ക് വീഡിയോകൾ അങ്ങനെ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. പിന്നെ കഴിഞ്ഞൊരു വീഡിയോക്ക് നല്ല രീതിയിൽ തെറിയൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു, ബട്ട് അത് നമുക്ക് വിഷയമല്ല. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കുറച്ച് നെഗറ്റീവും പോസിറ്റീവും ആയിട്ടുള്ള വശങ്ങളാണ്. അതായത് ഈ ഒരു സീസണോട് കൂടി തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എന്താ പറയുക, നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്. കഴിഞ്ഞ 3 സീസണിൽ നമ്മൾ പ്ലേ ഓഫിൽ കയറിയിട്ടുണ്ടെങ്കിലും ഈ ഒരു സീസണിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ 2 സീസണിലെ പ്ലേ ഓഫിൻ്റെ പോലെ അല്ലായിരുന്നു ഈ ഒരു സീസൺ എന്ന് പറയുന്നത്. കാരണം പ്ലേ ഓഫിൻ്റെ മുമ്പുള്ള മത്സരങ്ങളിൽ വെറും കൂറ മത്സരങ്ങൾ കളിച്ചിട്ട്, അതായത് മാച്ച് കളിച്ചിട്ടുള്ള ടീമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം, അത് സ്വാഭാവികം. നമ്മളെ ഫസ്റ്റ് ചാനലിലൊക്കെ ഇട്ടിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. ഇനി കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ സീസണിലെ കുറച്ച് പോസിറ്റീവും നെഗറ്റീവും ആയിട്ടുള്ള സംഭവങ്ങളുണ്ട്. പല വീഡിയോകളും ഇതിന് മുമ്പായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പല കാര്യങ്ങളും നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. സോ നിങ്ങൾക്കറിയുന്ന കാര്യങ്ങൾ ജസ്റ്റ് അടിയിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ പറയുന്നത് തെറ്റുണ്ട് എന്നുണ്ടെങ്കിൽ അതും ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഞാൻ അത്ര വലിയ ടാക്ടിക്സ് മനപ്പാടാക്കിയിട്ടുള്ള പണ്ഡിതനൊന്നുമല്ല. സോ എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ പറയാമെന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. എന്തായാലും നമ്മൾ ഫസ്റ്റ് വീഡിയോയിലേക്ക് പോകാം, അതായത് ഫസ്റ്റ് സംഭവത്തിലേക്ക് പോകാം. ആദ്യം നമുക്ക് നെഗറ്റീവ് സൈഡിൽ നിന്ന് തന്നെ തുടങ്ങാം. ഫസ്റ്റ് ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് ഈ ഇഞ്ചുറി എന്ന് പറയുന്ന സംഭവം തന്നെയാണ്. അതിൻ്റെ പ്രധാന കാരണം നമ്മളല്ല, അതായത് മാനേജ്മെൻറ്റോ കോച്ചോ പ്ലേയേഴ്സോ ഒന്നുമല്ല. അത് പൊതുവേ ഈ മെഡിക്കൽ ടീമിൻ്റെ ഭാഗത്ത് ഇനി എന്തെങ്കിലും തെറ്റുണ്ടോ ഇല്ലയെന്ന് അറിയില്ല. കാരണം എല്ലാ താരങ്ങൾക്കും ഏകദേശം 17-19 തരത്തിലുള്ള ഇഞ്ചുറീസ് ഈ ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ആ ടീമിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഒരു ദയനീയമായിട്ടുള്ള അവസ്ഥ എന്ന് പറയേണ്ടി വരും ആ ഒരു സംഭവത്തിൽ. ഇനി രണ്ടാമതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സീസണിൽ പ്ലാൻ ബി എന്ന് പറയുന്നത് ഇല്ല. അത് ഈ സീസണിൽ നിന്നല്ല, കഴിഞ്ഞ ഒരു 3-4 സീസണായിട്ട് പ്ലാൻ ബി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പ്രത്യേകിച്ച് അതിൻ്റെ ഒരു കുറവ് നമ്മൾ കണ്ടത് എവിടെയെന്ന് വെച്ചാൽ അഡ്രിയാൻ ലൂണ എന്ന് പറയുന്ന ആ താരം പരിക്ക് പറ്റിയിട്ട് പുറത്തു പോകുന്നു. പിന്നെ ലൂണയ്ക്ക് ഒരു റീപ്ലേസ്മെൻ്റ് ആയിട്ട് നമ്മളെ ടീമിലുള്ള താരങ്ങൾ നോക്കുമ്പോൾ ഇന്ത്യൻ താരങ്ങളായിട്ടുള്ള ജിക്സൺ, വിപിൻ ഇങ്ങനെയുള്ള താരങ്ങൾ നമ്മളടുത്തുണ്ട്. പക്ഷേ ഇവരെയൊന്നും നമുക്ക് എന്താക്കാൻ പറ്റില്ല, ആ ഒരു സ്ഥലത്തേക്ക് നിയോഗിക്കാനായിട്ട് പറ്റുന്നില്ല. അത് തന്നെ പ്ലാൻ ബി എന്ന് പറയുന്ന ഒരു സംഭവം കേരള ബ്ലാസ്റ്റേഴ്സിന് ഇല്ല. ഇത് ഈ തുടക്കം മുതൽ ഈ 2-3 സീസണിൻ്റെ തുടക്കം മുതലേ ഓരോ ആരാധകരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഈ പ്ലാൻ ബിയെ പറ്റിയിട്ട്. അതായത് ഒരു താരം അവിടെ ഇല്ലെങ്കിൽ അതേ ലെവലിൽ കളിക്കുന്ന മറ്റൊരു താരം അങ്ങോട്ട് വരണം. ഇപ്പോൾ ഗോവയുടെ ഭാഗത്തേക്കൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ട്രൈക്കിംഗ് പൊസിഷൻ തന്നെ നമുക്കറിയാം. അപ്പോൾ നോവ സദോയി, കാർലോസ് മാർട്ടിനസ് ഇങ്ങനെയുള്ള കളിക്കാരൊക്കെ അവിടെ ഉണ്ട്. അതുപോലെ തന്നെയാണ് ഡിയാഗോ മൗറീഷ്യോ, റോയി കൃഷ്ണ ഇങ്ങനെയുള്ള താരങ്ങളൊക്കെ അവരുടെ അടുത്തുണ്ട്. അതുപോലെ ഒഡീഷയുടെ ഡിഫൻസ് ലൈനിൽ എന്ന് പറയുമ്പോൾ മൊർത്തദ ഫോൾ കഴിഞ്ഞു കഴിഞ്ഞാലും ഇന്ത്യൻ താരങ്ങളായിട്ടുള്ള മികച്ച ഡിഫൻഡർമാർ അവർക്കുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് പല ക്ലബ്ബുകളും. എന്നാൽ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ലെവലിലേക്ക് ഈ ഒരു ക്ലബ്ബ് ഇല്ല എന്നുള്ളതാണ്. അതായത് പ്ലാൻ ബി എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല. ഇതാണ് നെഗറ്റീവായിട്ടുള്ള ഒരു സൈഡ് എന്ന് പറയുന്നത്. ഈ ഒരു സീസണിന് മുമ്പായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ കുറച്ച് ചൊടി പിടിപ്പിച്ചൊരു കാര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഈ സ്വാപ്പ് ഡീൽ എന്ന് പറയുന്നത് സഹൽ അബ്ദുൾ സമദ് ടു ATK മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ്, എന്താ പറയുക, പ്രീതം കോട്ടാൽ ടു KBFC എന്ന് പറയുന്ന ആ ഒരു സ്വാപ്പ് ഡീൽ. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് ആരാധകർ മൊത്തം, അതായത് പ്രത്യേകിച്ച് ഇന്നെ പോലെയുള്ള ഞാനൊക്കെ കരുതിയിട്ടുള്ള ഒരു സംഭവം എന്തായിരുന്നു വെച്ചാൽ വികാരങ്ങൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ചാൻസാണിത്, അതായത് നല്ലൊരു ഓപ്ഷനാണ് ഇതെന്ന് ഞാൻ പോലും കരുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു എന്താ പറയുക സീസണിൽ അഡ്രിയാൻ ലൂണ എന്ന് പറയുന്ന താരം പരിക്ക് പറ്റിയിട്ട് മിഡ്ഫീൽഡിൽ നിന്ന് പോകുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പകരക്കാരൻ്റെ വേഷത്തിൽ വന്നത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന കളിക്കാരായിരുന്നു ജിക്സൺ സിംഗും വിപിൻ മോഹനും. ഈ 2 താരങ്ങളെ സംബന്ധിച്ചിടത്തോളം 2 താരങ്ങൾക്കും പരിക്ക് പറ്റി വീണ്ടും പുറത്തു പോകുന്നു. ഇവിടെ പിന്നെ ഉള്ളത് ഐമനും അസറിനും പോലെയുള്ള താരങ്ങളാണ്. സ്വാഭാവികം അവർക്ക് എക്സ്പീരിയൻസ് ഇല്ല, ബട്ട് നല്ല പ്ലെയേഴ്സ് തന്നെയാണ്. എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ആ ഒരു സംഭവം ഇല്ല എന്നുള്ളത് നമുക്കറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. അതായത് ISL പോലത്തെ ലീഗിൽ പന്തിട്ടുള്ള എക്സ്പീരിയൻസ് ഇല്ല എന്നുള്ളത്. സോ അതുകൊണ്ട് തന്നെ അവിടേക്ക് സഹൽ അബ്ദുൾ സമദ് എന്ന് പറയുന്ന ആ ഒരു താരത്തിൻ്റെ വിടവ് നല്ല രീതിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ ബാധിച്ചിട്ടുണ്ട്. ഇത് ഇവിടെ അല്ല നിൽക്കുന്നത്. കാരണം ഡിഫൻസ് ലൈനിൽ തുടരുന്ന പ്രീതം കോട്ടാൽ എന്ന് പറയുന്ന നമ്മുടെ ആ ഒരു സ്വാപ്പ് ഡീൽ 90 ലക്ഷത്തിൻ്റെ പ്ലെയർ ഒരു കൂറ കളിയാണ് കളിച്ചിട്ടുള്ളത്. ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ചവിട്ടി പുറത്താക്കാനായിട്ട് തോന്നിയിട്ടുണ്ട് പ്രീതം കോട്ടാലിനെ. കാരണം പുള്ളി എന്താ ഒരു കളി കളിച്ചിട്ടുണ്ടെന്ന് ഇപ്പോഴും ഒരു ഓർമ്മ കിട്ടുന്നില്ല. കാരണം പല കളിയിലും പല ആൾക്കാരെയും മിസ് ചെയ്യുന്നു, ഒരുപാട് വീഴ്ചകൾ വരുത്തിയിട്ടുള്ള ഒരു ഡിഫൻഡറായി മാറുന്നു. ഈ ഒരു സിറ്റുവേഷനിൽ സഹൽ അബ്ദുൾ സമദിനെ നല്ല രീതിയിൽ
ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ മിസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സംഭവം ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിക്ക് ഒരു തിരിച്ചടി ആയിട്ടുണ്ട്. ഇപ്പോൾ 2 സംഭവങ്ങളായി. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ജനുവരി ട്രാൻസ്ഫർ വിൻഡോ ആണ്. അതായത് ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോ എന്ന് പറയുന്നത് നല്ല താരങ്ങളെ ടീമിലെത്തിക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ലിത്വാനിയൻ ക്യാപ്റ്റനായിട്ടുള്ള ഫെഡോർ ചെർണിച്ചിനെ കൊണ്ടുവന്നു. ചെർണിച്ചിന് കുഴപ്പമുണ്ട്, അതല്ലെങ്കിൽ ചെർണിച്ച് പോരാ എന്നൊന്നുമല്ല നമ്മൾ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു കളിശൈലി എന്ന് പറയുന്നത് കേവലം 5-6 മത്സരങ്ങൾക്ക് ശേഷമാണ് താരമൊന്ന് ഫോമായിട്ട് വരുന്നത്. സ്വാഭാവികം ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ചായ ഇവാൻ വുക്കോമനോവിച്ചും ടീം മാനേജ്മെൻറ്റും പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് താരത്തിന് ഇന്ത്യയോട് ഇണങ്ങിച്ചേരാനായിട്ട് കുറച്ച് സമയം എടുക്കുമെന്നായിരുന്നു. സോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ജനുവരി വരെ നമ്മൾ ഏകദേശം ഒരു പകുതി കളിയോളം കളിച്ചു കഴിഞ്ഞു. പിന്നീടുള്ള ഒരു 5-6 മത്സരങ്ങളിൽ പരാജയമാണ്. ഈ ഒരു സമയത്ത് ഇങ്ങനെയുള്ള താരങ്ങൾ ഫോം ആവാതെ ഇപ്പോഴും ഫോം ആയിട്ടില്ല, കുറച്ചുകൂടെ കഴിയട്ടെ ഇങ്ങനെ പറയുന്ന ഒരു സംഭവം വരികയാണെന്നുണ്ടെങ്കിൽ അത് വളരെയധികം ടെൻഷൻ അടിപ്പിക്കുന്ന ഒരു രീതി തന്നെയാണ്. അപ്പോൾ ഇന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ക്ലബ്ബ് 2023 അവസാനിച്ച് 24 വരുമ്പോൾ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ISL തന്നെ പരിചയസമ്പത്തുള്ള കളിക്കാരെ കൊണ്ടുവന്നിട്ട് ഒരു ട്രാൻസ്ഫർ നടത്തുകയാണെന്നുണ്ടെങ്കിൽ, അതായത് വിദേശ താരങ്ങളെ കൊണ്ടുവന്നിട്ട് നടത്തി കളിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ മെച്ചപ്പെട്ടിരുന്നു. കളി ഒന്നും കൂടി ദമ്മായിരുന്നു. പ്ലേ ഓഫിലേക്കുള്ള സാധ്യതകളൊക്കെ കുറേ മുമ്പ് നമുക്ക് എടുക്കായിരുന്നു. പ്ലേ ഓഫിൽ തന്നെ വിജയിച്ച് കയറാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു എന്ന് വേണം പറയാൻ. അപ്പോൾ ഈ ഒരു 3 കാര്യങ്ങൾ സ്വാഭാവികം കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നിയിട്ടുള്ള നെഗറ്റീവ് വശങ്ങളാണ്. ഇനിയും ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവും, നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഞാൻ അതാണ് ആദ്യം പറഞ്ഞത്. ഞാൻ വലിയ പണ്ഡിതനൊന്നുമല്ല, ബട്ട് എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. ഇനി പോസിറ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങളിലേക്ക് വരാം. അതായത് ഈ ഒരൊറ്റ കാര്യം മാത്രമാണ് എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് കഴിഞ്ഞ കുറച്ച് സീസണിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അതായത് അസ്ഹർ, ഐമന്, സൗരവ്, വിപിന്, അതുപോലെ തന്നെ ഒരുപാട് താരങ്ങൾ, ഫ്രെഡി, ഓർമിബം, ഇങ്ങനെയുള്ള യുവതാരങ്ങൾക്ക് പ്രത്യേകിച്ചും മിഡ്ഫീൽഡിൽ ആധിപത്യം കൈവരിക്കാനായിട്ട് ആ ഒരു ചാൻസ് ഒഴിഞ്ഞു കൊടുത്തു എന്ന് പറയണം. ഐമനെ പോലെയുള്ള താരങ്ങൾ, അസറിനെ പോലെയുള്ള താരങ്ങൾ, വിപിനെ പോലെയുള്ള താരങ്ങൾ, ഇവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം മിഡ്ഫീൽഡിലെ ഒരു ആധിപത്യം എന്ന് പറയുന്നത് നല്ല രീതിക്ക് ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചാൻസ് ഒക്കെ കൊടുത്തതിൽ ഇവാൻ വുക്കോമനോവിച്ചിനെ നമ്മൾ പ്രശംസിക്കേണ്ടതുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം, അതല്ലെങ്കിൽ ഇന്ത്യൻ ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം ഇവാൻ വുക്കോമനോവിച്ച് ഈ ഒരു ഫോർവേഡ് നിരണ്ടല്ലോ, അതായത് ഇഷാൻ പണ്ഡിതയെ പോലെയുള്ള താരങ്ങളെ ഇറക്കാനായിട്ട് മടിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. സോ ആ ഒരു മടി ഇദ്ദേഹം എന്തായിട്ടില്ല, മിഡ്ഫീൽഡിൽ കാണിച്ചിട്ടില്ല എന്നുള്ളതാണ്. കാരണം നല്ല ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുന്ന യുവതാരങ്ങൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ലിസ്റ്റിൽ ഉണ്ടായതുകൊണ്ട് തന്നെ ആ ഒരു സംഭവം ഇവാൻ വുക്കോമനോവിച്ച് കാഴ്ചവെച്ചിട്ടില്ല. സോ ഇതാണ് എൻ്റെ തോട്ടിൽ ഉദിച്ചിട്ടുള്ള കാര്യങ്ങൾ. നിങ്ങളുടെ കുറച്ച് കാര്യങ്ങളും സംഭവങ്ങളൊക്കെ അടിയിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെയായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്താണ് ബെല്ലൈക്കണും കൂടി നിൽക്കാം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം.